മോൾക്ക് ഒരു കഥ കേൾക്കണോ? ഒരു ഓട്ടോ ഡ്രൈവർ ഒരു നാടിന്റെ രക്ഷകനായ കഥ. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്. സമയം രാത്രി 1 മണി കഴിഞ്ഞിരിക്കുന്നു. കനത്ത മഴയിലും ഇടിയിലും കാറ്റിലും വിറങ്ങലിച്ച ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു വീടിനുള്ളിൽ ഒരു പെൺകുട്ടി പ്രസവവേദന കൊണ്ട് പുളയുകയായിരുന്നു. ഭർത്താവും അമ്മയും സങ്കടത്തോടെ ഒരു വാഹനത്തിനു വേണ്ടി പലരെയും വിളിക്കുന്നു. പക്ഷേ ഒരു വാഹനവും കിട്ടുന്നില്ല. ആ പെൺകുട്ടിക്ക് വേദന സഹിക്കാൻ വയ്യാതെ അലറിക്കരയുമ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു ആ കുടുംബം. ആ സമയത്താണ് അവരുടെ അയൽവാസി ആ വീട്ടിലേക്ക് എത്തുന്നത്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് അയൽവാസി ചേട്ടനോട് സങ്കടത്തോടുകൂടി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ എനിക്ക് സാധിക്കില്ലേ ചേട്ടാ? എൻ്റെ കുഞ്ഞിനെ എനിക്കൊരു നോക്ക് കാണുവാൻ കഴിയില്ലേ? ഒരു വാഹനവും കിട്ടുന്നില്ല ചേട്ടാ. അയൽവാസി പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ഗ്രാമത്തിൽ ഏതു രാത്രിയിലും വിളിച്ചാൽ വിളിപ്പുറത്തൊരാളുണ്ട്. ഇരുട്ടിനെ ചെറുത്ത് മഴയെ ഭേദിച്ച് അവൻ വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയൽവാസി ചേട്ടൻ ആരെയോ മൊബൈലിൽ വിളിച്ചു. വിളിച്ച മാത്രയിൽ മറുതലയ്ക്കലുള്ളവൻ ആ വിളി കേട്ടു. കടുത്ത മഴയും കാറ്റും ഇടിയും മിന്നലും താണ്ടി അവരുടെ വീട്ടുപടിക്കലിൽ ഒരു ഓട്ടോ എത്തി. ആ ഓട്ടോക്കാരൻ പറഞ്ഞു, ഞാനിവിടെയില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്ത് ഭയം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ കൃത്യമായി ആശുപത്രിയിൽ എത്തിച്ചു. ആ ഓട്ടോക്കാരനോട് നന്ദി പറയുവാൻ വീട്ടുകാരെത്തിയപ്പോഴേക്കും ഇരുട്ടിൽ നിന്ന് വന്ന ഒരു ദൈവദൂതനെ പോലെ അയാൾ ഇരുട്ടിലേക്ക് തന്നെ മറഞ്ഞിരുന്നു. ഇന്നും ഏത് പാതിരാത്രിയിലും ഏത് പ്രതിസന്ധിയെയും ഭേദിച്ച് ഈ നാടിൻ്റെ രക്ഷകനായി അയാൾ ഒരു വിളിപ്പാടകലെ തൻ്റെ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു. നാടിനെ താങ്ങായി തണലായി അയാൾ വരും.